മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായിരിക്കുന്ന നിർമ്മല കന്യേ, കുഞ്ഞു മനുഷ്യനെ ഇങ്ങനെ കിടന്ന് തൊള്ള പറഞ്ഞ അയലോക്കാരെയൊക്കെ ഉണർത്തുന്നത്. പതുക്കെ പറഞ്ഞാലും മിശിഹാതമ്പുരാൻ കേട്ടോളും. ശുദ്ധമായ മിഖായേലേ, കാലത്ത് തന്നെ ദൈവദോഷം പറയാതെ എന്റെ പൊന്ന് ഏലിയാമ്മേ, ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളി പോവാൻ നോക്കൂ. അതിന് മാത്രം ഇവിടെ ഒരു കുറവുമില്ല. ദൈവത്തിരിച്ചിത്തം കൊണ്ട് ഈ കൂനാമൂച്ചി കുടുംബത്തിന് എന്താ അടി ഒരു കുറവ്? ഒരു കുറവില്ലേ? ആണ്ടടക്കം ഉണ്ണാൻ നെല്ലും തേങ്ങായും കിട്ടുന്നില്ലേ പോത്തെ? 4 പേരുടെ ഇടയില് ഒരു അന്തസ്സും നെലിയും വെലിയില്ലേ മിഖായേലിന്റെ പെമ്പിളാന്ന് പറഞ്ഞാൽ? 2 പെൺകൊച്ചുങ്ങളുള്ളതിനെ കെട്ടിച്ചു വിടാനും ആൺചെറുക്കന് കഞ്ഞി കുടിക്കാനുള്ള വകയും ഈ തന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ദൈവഹിതം. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, നമ്മുടെ മോൻ കുട്ടപ്പൻ ഇന്ന് വരത്തില്ലോടി. പറഞ്ഞ പോലെ അത് നേരാണല്ലോ. ആകെയുള്ള ഒരു ചെറുക്കന് അവനെ കാണാഞ്ഞിട്ട് കണ്ണ് കളിക്കുന്നു. അല്ല ഏലിയാമ്മേ, അവൻ വളർന്നല്ലേ വരുന്നത്. എനിക്കൊരു ആലോചന, ഈ കൊല്ലം കൂടി കഴിഞ്ഞാ അവൻ ഉപ്പ് കണ്ടത്ത് നിർത്തണ്ട, ഇവിടെ കൊണ്ടങ്ങ് നിർത്തി പഠിപ്പിച്ചാലോ? അതെന്നാ എന്റെ ആങ്ങളമാരെ അവനെ പൊന്നുപോലെയല്ലേ നോക്കുന്നത്? പൊന്നുപോലെയാണ്, പക്ഷേ മുല്ലപ്പൂമ്പൊടിയേറ്റു കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അതുപോലെ റൗഡി പൂമണമേറ്റു കിടക്കും നമ്മുടെ മോനും ആ റൗഡിത്തരുണ്ടാവില്ലേ എന്റെ പൊന്നെ ഇല്ലാമ്മേ? എനിക്കെന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പറ്റാ മതി. എന്റെ ആങ്ങളമാര് ചട്ടമ്പിമാരായതുകൊണ്ടാ തന്റെ ചെറുക്കിട്ടാരും പോടാതെ ധൈര്യമായിട്ട് ഈ നാട്ടിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. അവൻ അവിടെ നിന്ന് പഠിച്ചാ മതി. അവന് വേണ്ട ഏലത്തോട്ടവും കുരുമുളകും ഒക്കെ കൊടുത്ത് പ്രായമാകുമ്പോ അവനെ ഇങ്ങ് വിട്ടോളൂ കേട്ടോ.